അപ്പൊ നാളെ നമ്മ നാട്ടിൽ പോവാണ് വീണ്ടും. നമ്മള് ഈ വട്ടം സർപ്രൈസ് ഒന്നല്ല, വീട്ടുകാരൊക്കെ ഫ്രണ്ടിൽ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്യുന്നതായിരിക്കും. സർപ്രൈസ് ഒരു സുഖമില്ല എന്നൊക്കെ, ഒറ്റ സർപ്രൈസ് മതി. ദാറ്റ്സ് എനഫ്. ഞങ്ങളപ്പൊ നാട്ടിൽ പോവാം. അപ്പൊ നാളെ ഇന്നപ്പോ നമ്മള് തലേ ദിവസാ. ഇപ്പൊ ഇവിടെ ഒരു ഏകദേശം 8 മണിക്ക് കഴിഞ്ഞു. നാളെ ഞങ്ങൾക്കൊരു 2:40 ഫ്ലൈറ്റ് അല്ലേ? 2:40. നാളെ ഞങ്ങൾ വീഡിയോ എടുക്കൂട്ടാ. ഇതൊരു ചെറിയൊരു ഇത്, ഞങ്ങള് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വീട്ടിലെത്തുമ്പോ ജസ്റ്റ് പെട്ടീന്റെ ഒക്കെ ഒരു ഇത് കാണിച്ചു തരാം. പിന്നെ ഞങ്ങളിപ്പോ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ പോവാം. ഒന്നും വെച്ചില്ല, കാരണം ഇന്ന് ഭയങ്കര ബിസി ആയിരുന്നു, കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നല്ലേ. നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്യണം. ഇനി അതിന്റെ ചെറിയ ക്ലിപ്സ് ആയിരിക്കും. സ്കിൻ കെയർ പെട്ടി പാക്ക് ചെയ്ത് കാണിച്ചു തരാം. ഞങ്ങളിപ്പോ എന്തൊക്കെ കഴിക്കാൻ പോണേന്ന് അതൊക്കെ, അതിനൊക്കെ ഒരു ചെറിയൊരു വീഡിയോ. ഞങ്ങള് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടാ. പക്ഷെ ഒരുമാതിരി ടെൻഷനും എന്താ ചെയ്യാ. ഒരു ബസ് പോയി. എക്സൈറ്റഡും പ്ലസ് ടെൻഷനും, അങ്ങനെ എല്ലാം ശരിയാവുന്ന വിചാരിക്കണം. ഇവിടുത്തെ കാർമേഘം കാണിച്ചു തരാം. നാളത്തെ വെതർ നന്നായിരുന്നാ മതിയായിരുന്നു കേട്ടോ, അപ്പൊ ടെർബുലൻസ് ഉണ്ടാവില്ലല്ലോ. ഇന്നത്തെ വെതർ ഇച്ചിരി വിൻഡിയാണല്ലേ. ഇന്നലത്തേക്കാളും ബെറ്ററാ. ഇതാണ് ഇവിടെ ഇച്ചിരി വെയിലും ഉണ്ടെന്ന ഇച്ചിരി ഡാർക്കും ആണ്. അവിടേക്ക് പോകുമ്പോ മോളില് നല്ല ഡാർക്കാ. അങ്ങോട്ടേക്ക് പോകും തോറും ഡാർക്ക് കുറയും. ഞങ്ങള് പാല് വാങ്ങാൻ പോവാ. നാളെ ഞങ്ങൾക്ക് പോണേക്കാൻ വേണ്ടി ചായ കുടിക്കാൻ വേണ്ടി. 10 മണിക്കൊരു സംഭവമെങ്കിലും നമ്മൾക്ക് രാവിലെ എന്തെങ്കിലും കഴിക്കണ്ടല്ലോ. എന്തെങ്കിലും കഴിച്ച് ചെറുതായിട്ട് കഴിച്ചിട്ട് പോണല്ലോ. അപ്പൊ ഫ്ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണം പ്രതീക്ഷിക്കുന്നു. പിന്നെ അത് മാത്രം എക്സ്പെക്ട് ചെയ്തിട്ടില്ല, ചെറുതായിട്ടൊന്ന് കഴിച്ചിട്ട് പോവാം. വലിയ ഹെവി ആയിട്ട് കഴിച്ചിട്ട് പോകണ്ടെന്ന് വെച്ചിട്ടാ. ഞങ്ങളുടെ കയ്യിൽ പാലുണ്ടായിരുന്നു, പക്ഷെ തീർന്നു പോയി. അപ്പൊ ഞങ്ങൾ പാല് മേടിക്കാൻ പോവാം. ഞങ്ങൾ എത്താറായിട്ടാ. ആർ യു എക്സൈറ്റഡ്? പിന്നല്ല, നല്ല ഇന്നലെ ഉറങ്ങാൻ പറ്റാണ്ടുണ്ടല്ലോ. ഇന്നുറങ്ങണം. ഇന്നുറങ്ങിയില്ലെങ്കിൽ ശരിയാവൂല. കണ്ണു വിളിച്ചിരുന്ന ഈ കുഞ്ഞിലൊക്കെ പഠിക്കാൻ ടൂർ പോണ തലേദിവസം ഉറങ്ങാൻ പറ്റില്ലല്ലോ. ആ ഫീലാ അതിനേക്കാളും. വേൾഡ് കപ്പ് നടക്കണല്ലോ. പിന്നെ വെളുപ്പിനാണ് സ്കോട്ട്ലൻഡിന്റെയും ഹെയ്റ്റിയാ അവരുടെയും കളി. അപ്പൊ എല്ലായിടത്തും നിറച്ച ആൾക്കാരാ, ബാറിലും എല്ലായിടത്തും. ഒരു പാല് വാങ്ങാൻ വേണ്ടി വന്നിട്ട് 3000 രൂപയ്ക്ക് സാധനങ്ങൾ മേടിച്ച കഴുതകള്. നാളെ വീട്ടിൽ പോവാ, എന്നിട്ടാണ് ഇത്രയും സാധനങ്ങള്. ഒരു പാല് വാങ്ങാൻ മാത്രം ഞാനും തന്നെ പോയി നോക്കണം. എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ വേണ്ടി ഒരു സഞ്ചി സാധനമായിട്ട് വീട്ടിൽ പോകും. പക്ഷെ നാളെ ഇവിടെ നിന്ന് ഓരോന്ന് കാണുമ്പോ അതൊക്കെ എടുക്കും. പക്ഷെ വീട്ടിലേക്ക് കൊണ്ടുപോട്ടാ ചിലതൊക്കെ. നമുക്ക് ഇവിടെ വെച്ച് കഴിക്കാൻ അതൊന്നും അല്ല. ഇത് മുഴുവൻ കഴിക്കാനല്ല, അല്ലെങ്കിലും വേറെ കാര്യം. ഞങ്ങളെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. വെയിറ്റിങ്ങിലാ. അവിടെ കാണാൻ പറ്റും പ്രിപ്പയറിങ് ചെയ്യാന്ന്. അത് കഴിഞ്ഞിട്ട് അവർ പ്ലീസ് കളക്ട് എന്ന് പറയും. നമ്മൾ പോയി എടുക്കണം കേട്ടോ. അപ്പൊ ഞങ്ങൾ കാണിച്ചു തന്നിട്ട് ഓർഡർ ചെയ്തു. സർപ്രൈസ് ആണ്. വെയിറ്റ് ചെയ്യാ എന്നും കൂടി ഉള്ളപ്പ അല്ലേ ഇങ്ങോട്ട് തിരിച്ചു വരും കേട്ടോ. അല്ല ഒരു മാസത്തേക്ക് ഇരിക്കുന്നല്ലേ ഉള്ളൂ. എക്സൈറ്റഡ് ആണോടി? ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. കാണുമ്പോൾ അറിയാവുന്നൊക്കെ നല്ല എക്സൈറ്റഡ് ആണ്. നല്ല ഇഷ്ടം. നാളെ ആയിരിക്കും നല്ല എക്സൈറ്റഡ് ആവുന്നത്. ഇവള് പറയണത് കേക്കില്ല, കാരണം ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉണ്ട്. പിന്നെ നാളെയാണ് നല്ല എക്സൈറ്റഡ് ആവാൻ പോണ ഞാൻ. അമ്മേ കടിക്കോള് ഇപ്പൊ കേക്കണ്ട. നമ്മ ഫുഡ് കൊണ്ടെത്തി. അപ്പോൾ ഇത് നോക്കുക, ഫ്രൈസ്, ചിക്കൻ ബർഗർ, മാച്ച ഫ്രേപ്പ്, ഫ്രഞ്ച് വാനില, ഇനി തള്ളശ്ശി. ഇപ്പോൾ വീട്ടിലെത്തിയിട്ടാ. ഞങ്ങളിപ്പോൾ കിടന്ന് മുഖത്തൊരിത്തിരി ഫേസ് മാസ്ക് ഇട്ടിട്ട് ഞങ്ങൾ കിടന്നുറങ്ങും. പിന്നെ മോർണിംഗ് എനിക്കും. അപ്പോൾ അപ്പം കാണിച്ചു തരാം. ഓക്കെ. അപ്പം ഞങ്ങൾ ഉറക്കൊക്കെ എഴുന്നേറ്റോട്ടാ. ചായയൊക്കെ കുടിക്കാണ്. എന്താ എൻ്റെ കപ്പ് ഞാൻ വാങ്ങിക്കൊടുത്താണ്. അപ്പുറത്തേലും ഞാൻ വാങ്ങിക്കൊടുത്തതുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ എന്നിട്ട് ചെയ്യണം. മുഖത്ത് ഞങ്ങൾ ഇന്നലെ ഇട്ടത് എടുത്തില്ല. അപ്പം ഞങ്ങൾ ഇന്ന് എടുത്ത് കാണിച്ചു തരാം. ഞങ്ങൾ പോവും. 8 മണിയായി. ഉറക്കം വരാണെങ്കിൽ എത്തിയിട്ടാണ് ഉറങ്ങണത്. ഞാനുണ്ടല്ലോ സൂപ്പർ എക്സൈറ്റഡ് ടു ഈറ്റ് ബട്ടർ ആൻഡ് എന്താടി ബണ്ണും ബട്ടറും തിന്നാൻ. കാരണം ഞാൻ ഫസ്റ്റ് വന്നപ്പോ ഞാൻ കരഞ്ഞോണ്ട് മോങ്ങി ഇരിക്കായിരുന്നു. എനിക്കത് കഴിക്കാനേ പറ്റില്ല. എമിറേറ്റ്സിൽ ഒരു ഫുഡ് ഞാൻ ട്രൈ ചെയ്തില്ല. ഈ വട്ടം പോയിട്ട് വേണം എനിക്ക് ബട്ടറും ബണ്ണും തിന്നാൻ.
അപ്പൊ എന്റെ ഒരു കൊളീഗ് ചോദിക്കാണ്, നിനക്ക് ബട്ടർ മണ്ണും തിന്നണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങി തന്നാ പോരെ ഫ്ലൈറ്റിന്റെ പൈസ ഇങ്ങോട്ട് തരാൻ. അതിന് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യണില്ല. അങ്ങനെ എത്ര നാളെ ശേഷം, ഒരു വർഷത്തിന് ശേഷം ഓരോ ദിവസം എണ്ണി ഇരിക്കുന്നു ഞാനും ഇവളും. അങ്ങനെ 10 ദിവസം 10 ദിവസമായി, 10 ദിവസം 5 ദിവസമായി, 5 ദിവസം 4 ദിവസമായി. അപ്പോഴേക്കും ഒരു എക്സൈറ്റ്മെന്റ്. പിന്നെ അത് 2 ദിവസമായി, ഇപ്പൊ അതേ 4 ദിവസമായി. 0 ദിവസങ്ങൾ. പിന്നെ ഞാൻ ഇന്നലെയൊക്കെ എന്റെ പെട്ടിന്റെ വെയിറ്റ് കൂടിയപ്പോ ഞാൻ ആ ഡ്രസ്സൊക്കെ എടുത്ത് മേത്തിടാന്ന് വെച്ചേ. ബട്ട് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോ ഐ എം സ്കേർഡ്. സോ ഞാൻ എക്സ്ട്രാ ലഗേജിന് പേ ചെയ്തു. സാഡ്. ശരി, ഇവളും പേ ചെയ്തു, ഇവിടെ എന്നെക്കാളും പേ ചെയ്തു. ഞാൻ ഇന്നലെ പേ ചെയ്തു, കാരണം എനിക്കത് എന്റെ പെട്ടി കൂടി. ഞാൻ ചെയ്യില്ല. അല്ല, ഇതിന് മാത്രമൊന്നും ഇല്ല, ഞങ്ങളുടെ കുറച്ച് ഡ്രസ്സൊക്കെ തന്നെയുള്ളൂ, വേറെ കാര്യം. ഞങ്ങൾ മുഖത്തിട്ട് ഗൈസ്. ഇത് പാലാണ് കേട്ടോ. ആക്ച്വലി വലിയ വ്യത്യാസം ഉണ്ടാവില്ല, എന്നാലും ഒരാൾ തലകുത്തി വീണു. പാല് മാത്രത്തിൽ മൂക്കടിച്ചു. ആരെയാ പറയണ പോയിടി. ഗൈസ് ഞങ്ങൾ അങ്ങനെ എവിടെ വിളിച്ചോ? എവിടെ വിളിച്ചു? എയർപോർട്ടിൽ ഞങ്ങൾ ലാൻഡ് ചെയ്തു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എടുക്കാൻ പറ്റില്ല. ഞങ്ങളുടെ പെട്ടികളൊക്കെ സെറ്റാക്കി ഓൾ സെറ്റ്. അകത്തേക്ക് കയറ്റി കാണിച്ചാവേ. ഇനി ഒരു ഇത് പറഞ്ഞേടി, ഞങ്ങളെല്ലാം കഴിഞ്ഞു, ചെക്കിങ് കഴിഞ്ഞു, സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു, ഞങ്ങൾ ഇനി ഗേറ്റിലേക്ക് പോവാം. എല്ലാം സേഫ് ആയിരുന്നു. ഞങ്ങളപ്പോ ഇപ്പൊ ഇവിടെ ഗ്ലാസ് എയർപോർട്ടിൽ എത്തിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എടുക്കാൻ പറ്റിയില്ല. അല്ലേ? ഇല്ല, എടുക്കാൻ പറ്റിയില്ല. ഇനി നമുക്ക് കാണാം വൈകിയേ. She moves like a map with no borders, a whisper caught in the wind. I see her boots at the corner cafe with a notebook and a grin. She's chasing skies I've never named while I stay in my lane, but something in the way she ഞങ്ങളങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തോണ്ട് ടൈം സ്പെൻഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്റെ ഫോട്ടോ ഒന്നും എടുത്തന്നില്ലേ ഗൈസ്? ഇത്ര സുന്ദരിയായ എന്നെ കണ്ടിട്ട് നോക്കൂ. ഞങ്ങളപ്പോ ഗേറ്റ് കയറാൻ പോവാ. ഗേറ്റിലേക്ക് പോവാ. സോറി, ഗേറ്റിലേക്ക് ഫ്ലൈറ്റ് കയറാൻ ഗേറ്റിലേക്ക് പോവാ. സോറി ഗായ്സ്. പിന്നെ ആരും സ്കില്ലൊക്കെ അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഫ്ലൈറ്റ് കയറുമ്പോ ഞാൻ കാണിച്ചു സ്നേഹന്മാരെ കുറച്ച് പട്ടിശൊക്കെ ഉണ്ടാവും. ഇവിടെ പാട്ടൊന്നുമില്ല, വെറുതെ. ഞങ്ങളുടെ എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് അറിയണില്ല. എനിക്ക് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. ഇവിടെ തല്ലുകൂടാൻ. ഞങ്ങളപ്പോ നേരെ ഗേറ്റിലേക്ക് പോയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണുന്നു. ഞങ്ങൾ കയറാൻ പോവാണ് കേട്ടാ. ഇപ്പൊ ഒരു ചെറിയൊരു ഇത് കേറട്ടെ. keeps pulling at my chain. ഫ്ലൈറ്റിൽ കയറി. ആക്ച്വലി ദാറ്റ്സ് മൈൻ. ഞാൻ മാറി. ദുബായിനെ അടിച്ച് പുറത്താക്കും. നീ വിട്ടിരുന്ന ഞാൻ ദുബായിന്ന് വേണ്ട. ഞാൻ ദുബായിന്ന് ഫ്ലൈറ്റ് ചെറുതായിട്ട് എടുത്തു. ലണ്ടനിലേക്ക് കയറണം. ഫ്ലൈറ്റ് എടുത്തു. You carry the sun in your stride, leaving behind what I hold inside. If I don't ask your name today, I may never get the chance to walk beside your wandering hands. ഞങ്ങൾക്കൊരു സൂത്രം കിട്ടി. She hums a tune I've never heard in languages I can't speak. She writes down cities on her wrist and dreams she'll never keep. I
sip my coffee, miss my cue, still anchored by my fear. But time rolls on like open wounds, and soon she won't be here. Oh, traveler, you carry the sun in your stride, leaving behind. ഞങ്ങൾക്ക് അപ്പം അങ്ങനെ സ്റ്റാഴ്സിനെ കാണാം. എമിറേറ്റ്സിൽ ഓട്ടി കിട്ടുക എമിറേറ്റ്സ് ഇങ്ങനെ തുറന്നു തന്നു. മറ്റേ കാറ് തുറക്കില്ലേ പോലെ. സൺറൂഫ് So we are start our journey from Glasgow and all the way from there to here. Just only left 1 hour and 51 minutes. Perfect. Sorry, not this one. This one is the right one. 1 hour left. was nice. The food was nice. ദുബായിലെത്തി. ദുബായിന്ന് കൊച്ചിയിലേക്ക് കയറണം. നമ്മളെവിടെയാണ് അരിമോനെ? കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് കയറി. കൊച്ചിയിലോട്ട് ഫ്ലൈറ്റ് കയറി. കൊച്ചിയിലോട്ട് എടുത്തിട്ടൊന്നുമില്ല. 3 മണി ആയിട്ടുള്ളൂ. എൻ്റെ നെയിൽ ഒടിഞ്ഞു പോയി. എൻ്റെ നെയില് ഞാൻ സ്നേഹമോൻ്റെ ഐഡിയ പ്രകാരം റബ്ബർ ബാൻഡ് ചുറ്റി. ഞങ്ങൾക്ക് എന്ത് നടന്നാലും അത് ഒരുമിച്ച് നടക്കും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നോട്ടഡ്. കാരണം ഞങ്ങളുടെ ക്യാബിൻ ബാഗിൻ്റെ സിബ് കേടായി ലാസ്റ്റ് ടൈം. എൻ്റെ കേടായി, അവളുടെയും കേടായി. ഇന്ന് അവളുടെ നെയിൽ പോയി. എൻ്റെ തൊടിയോ ഒരു ചാൻസ് ഇല്ല. നല്ല സ്ട്രോങ് ആയിരുന്നു. ഞാൻ അവിടെ ക്യാബിൻ ബാഗ് നശിപ്പിച്ചു. അതെങ്ങനെയുണ്ട്? ആ അതുകൊണ്ട് അല്ല കേട്ടോ, ഇത് കേക്ക്. ഇതെന്താ എൻ്റെ പോകാൻ കാരണം? ഇത് പോയില്ലായിരുന്നു. നല്ല സ്ട്രോങ് ആയിരുന്നു. പക്ഷെ ഞാൻ പെറ്റെടുത്തപ്പോൾ അടിച്ചു. നല്ല വേനെടുത്ത് പോവുകയും ചെയ്തു. അതെവിടെ താഴെ കിടപ്പുണ്ട്. നല്ലതായിരുന്നു. ഇറ്റ്സ് ഓക്കെ. എൻ്റെ വേറെ ഉണ്ട്. If I don't ask your name today, I may never get the chance to walk beside your wandering hand. Maybe next year in Madrid or on some quiet mountain ridge, I'll see you turn and I'll be brave. But what if courage? Oh, traveler, the world is your open gate. എത്തി അങ്ങനെ കൊച്ചിയിൽ. നാട്ടിൽ വന്ന ചെല്ലേ. And I just stood afraid of fate. If I don't take that step today, you'll vanish with the train, and I'll never see your smile